തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഒരു നാടിന്റെ പ്രാദേശിക വികസനത്തെയും പൊതുബോധത്തെയും നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ജനാധിപത്യ പ്രക്രിയയാണ്. എങ്കിലും സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ തിരഞ്ഞെടുപ്പുകൾ വ്യക്തിപരമായ വികാര പ്രകടനങ്ങളും കടുത്ത സമുദായ സമവാക്യങ്ങളുടെയും വേദിയായി മാറുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറത്ത് വില്ലേജിൽ നിന്നും പുറത്തുവരുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് പിന്നാലെ അവരുടെ മകനും ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവുമായ വ്യക്തി നടത്തിയ പരസ്യമായ പ്രതികരണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറി. ഏറത്ത് വില്ലേജിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭന 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ശോഭനയുടെ മകനും DYFIയുടെ പ്രാദേശിക നേതാവുമായ അഭിജിത്ത് ബാലൻ പ്രാദേശിക തലത്തിലുള്ള SNDP യോഗം ഗ്രൂപ്പിൽ തങ്ങളുടെ തോൽവിക്ക് കാരണം സമുദായത്തിന്റെ വോട്ടുകൾ ലഭിക്കാത്തതാണെന്ന് തുറന്നടിച്ചു. സ്ഥാനാർത്ഥിയായ ശോഭന തന്നെ ഈ വാദം ശക്തമായി ഉയർത്തി. SNDPക്കാര് ശോഭന ബാലന് വോട്ട് ചെയ്തിരുന്നായിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെ. എല്ലാരും സഹകരിച്ചതിലും വളരെ നന്ദിയുണ്ട്. SNDPക്കാർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിച്ചേനെ എന്ന അവരുടെ വാക്കുകൾ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെക്കാളും രാഷ്ട്രീയ നിലപാടുകളെക്കാളും സമുദായപരമായ പിന്തുണയാണ് പ്രധാനമെന്നത് അപകടകരമായ ചിന്താഗതിയാണെന്ന് പ്രതിഫലിപ്പിക്കുകയാണ്. എന്നാൽ ഇതിനെ തുടർന്ന് അഭിജിത്ത് ബാലൻ നടത്തിയ പ്രതികരണമാണ് ഏറെ വിവാദമായത്. തോൽവിയുടെ വൈകാരിക നിമിഷത്തിൽ സമുദായങ്ങളെയും ബന്ധങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം SNDP ഗ്രൂപ്പിൽ കുറിച്ചത് ഇങ്ങനെയാണ്. എല്ലാ SNDP ശാഖയിലെ എല്ലാ മെമ്പർമാരും ജോലി എൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ എൻ്റെ അമ്മ, ഞാന്, അല്ല എൻ്റെ കുഞ്ഞ്, ഞാന്, എൻ്റെ വൈഫ്, ഇനിയിപ്പോൾ ആര് ചത്താലും, എൻ്റെ ചേട്ടൻ, എല്ലാവരും ആര് ചത്താലും ഇനി SNDP എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിൽ കൊടിയോ ഒന്നും കെട്ടാൻ വരണ്ട. ഞങ്ങൾ സാധാരണ രീതി എൻ്റെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചോളാം. ഒരു SNDP എന്ന് പറഞ്ഞ സാധനവും എൻ്റെ വീട്ടിൽ കയറിയേക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഈ വോയിസ് ആർക്ക് ഫോർവേഡ് ചെയ്ത് വിട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഓപ്പറേറ്റാ പറഞ്ഞു, SNDP എന്ന സാധനം എന്റെ വീട്ടിൽ വേണ്ട. തന്റെ കുടുംബത്തിൽ ആര് മരിച്ചാലും ഇനി SNDPയുടെ ഒരു സാമീപ്യം ഉണ്ടാവരുത്. SNDP എന്ന പേരിൽ ആരും വീട്ടിൽ കയറേണ്ട. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ചു നിൽക്കേണ്ട ഒരു വ്യക്തി തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇത്രയും തീവ്രമായ സമുദായ വിരുദ്ധ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നത് കേരളീയ സമൂഹ അന്തരീക്ഷത്തിൽ ആശങ്കയുളവാക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ ഒരു സമുദായത്തിന്റെ വോട്ടും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് തെറ്റാണ്. സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും വിലക്കുന്നത് അസഹിഷ്ണുതയുടെ സൂചനയാണ്. ഈ സംഭവം രാഷ്ട്രീയ പാർട്ടികളുടെ നിലവിലെ അപജയത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് സ്വന്തം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, വാഗ്ദാനങ്ങൾ, വ്യക്തിഗത മികവ്, പ്രദേശത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ എന്നിവ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥിയും മകനും തോൽവിക്ക് കാരണം സമുദായപരമായ വോട്ട് ലഭിക്കാത്തതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന സമുദായത്തിൽപ്പെട്ടവരാണ്, അതിനാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു അലിഖിത ഘടകം ജനാധിപത്യത്തിന്റെ അന്തസ്സത്തേക്ക് ചേരുന്നതല്ല. ഈ കാഴ്ചപ്പാട് രൂപപ്പെടാൻ ഒരുപക്ഷെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും അതോടൊപ്പം പിന്തുണയുള്ള മറ്റു സമുദായ നേതാക്കളുടെയും പൊതുവേദികളിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും കാരണമായിരിക്കാം. വലിയ സമ്മേളനങ്ങളിലും ആഗോള സംഗമങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന സമുദായ നേതാക്കളുടെ പ്രഖ്യാപിത പിന്തുണ താഴെത്തട്ടിലും അതേപടി വോട്ടായി മാറുമെന്നുള്ള തെറ്റിദ്ധാരണ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ദേശീയ സംസ്ഥാന തലങ്ങളിലെ സമുദായ നേതാക്കളുടെ നിലപാടുകൾക്കപ്പുറം പ്രാദേശിക തലത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധത്തോടെ സ്ഥാനാർത്ഥിയുടെ മികവിനെ വിലയിരുത്തിയുമാണ് വോട്ട് ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഓരോ പൗരനും നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം. ഈ അവകാശം ഉപയോഗിക്കുമ്പോൾ വ്യക്തിക്ക് ഏതെങ്കിലും സമുദായത്തിനോ ജാതിക്കോ മതത്തിനോ പാർട്ടിക്കോ കീഴടങ്ങി വോട്ട് ചെയ്യേണ്ട ബാധ്യതയില്ല. സ്വന്തം വിവേകബുദ്ധിക്ക് അനുസരിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം വിജയം ഉറപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥിയോ കുടുംബമോ ഒരു സമുദായത്തെ ഒന്നാകെ ആക്ഷേപിക്കുന്നതും വ്യക്തിബന്ധങ്ങളിൽ നിന്നും അവരെ വിലക്കുന്നതും ജനാധിപത്യപരമായ സംവാദങ്ങൾക്കോ ആരോഗ്യകരമായ രാഷ്ട്രീയത്തിനോ യോജിച്ചതല്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് വികാര പ്രകടനങ്ങൾ ഉണ്ടാവാം. എന്നാൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കാനും ജനാധിപത്യപരമായ പക്വതയോടെ തോൽവിയെ അംഗീകരിക്കാനും സാധിക്കണം. ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു മുന്നറിയിപ്പാണ്. പാർട്ടികൾ വർഗപരമായോ പ്രത്യയശാസ്ത്രപരമായോ വോട്ടുറപ്പിക്കുന്നതിന് പകരം സമുദായ നേതാക്കളുടെ പിന്തുണയിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുമ്പോൾ അത് യുവ നേതാക്കൾക്കിടയിൽ പോലും സമാനമായ അസഹിഷ്ണുത വളർത്താൻ കാരണമാകും. ഈ സാഹചര്യം മാറണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ വോട്ട് എന്ന സങ്കുചിത ചിന്തയിൽ നിന്ന് മാറി വികസനം, സാമൂഹ്യനീതി, മതേതര മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇത്തരം തിരഞ്ഞെടുപ്പ് തോൽവികൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങളായി മാറാതെ ക്രിയാത്മകമായ രാഷ്ട്രീയ വിമർശനങ്ങളായി നിലനിൽക്കുകയുള്ളൂ.